ഇന്ന് നമ്മൾ റെഡിയാക്കി എടുക്കാൻ പോകുന്നത് ഒരു കോഫി പേസ്ട്രിയാണ്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടൊരു കേക്കാണ്. മൈദയും ഓവനും ഇല്ലാതെയാണ് നമ്മൾ ഈ ഒരു കേക്ക് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ മന്ന കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട് ഓൾ എന്നൊരു ഓപ്ഷൻ പ്രസ് ചെയ്യാനും കൂടി മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ കോഫി പേസ്ട്രി റെഡിയാക്കാനായിട്ട് ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് അര കപ്പ് പൊടിച്ചിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബ്രൂ ഇൻസ്റ്റൻ്റ് ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതുപോലത്തെ വിസ്ക് വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇലക്ട്രിക് ബീറ്റർ ഉള്ളവരാണെങ്കിൽ അത് വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതിയാകും. അതുപോലെ ഇനി വിസ്ക് ഇല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലും ഇത് റെഡിയാക്കി എടുക്കാം. അങ്ങനെ മുട്ടയും പഞ്ചസാരയും കോഫി പൗഡറൊക്കെ ഇവിടെ നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഏത് വെജിറ്റബിൾ ഓയിൽ വേണേലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ എല്ലാം കൂടി നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അരിപ്പ വെച്ചിട്ട് അതിലേക്ക് അര കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് അരിച്ച് ചേർത്ത് കൊടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തിട്ട് നന്നായി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബാറ്റർ കുറച്ച് തിക്കാണ്, അതുകൊണ്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറുള്ള പാലും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കോഫി കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ സ്ക്വയർ ഷേപ്പിലുള്ള ബേക്കിംഗ് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ബാറ്റർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് കൂടി ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇഡ്ഡലി ചെമ്പിൽ 1.5 കപ്പ് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തട്ടുകൂടി വെച്ച് കൊടുക്കാം. അതിനുശേഷം അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കേക്കിൻ്റെ ബാറ്റർ ഇറക്കി വെച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 25 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഓവനിലാണെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റ് മതി. ഇപ്പോൾ 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കേക്ക് ബേക്കായോന്ന് അറിയാൻ നമുക്ക് ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കാം. അപ്പോൾ ടൂത്ത് പിക്ക് നല്ല ക്ലിയർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി കേക്ക് തണുത്ത് വരട്ടെ. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ള ബൗളിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നല്ല സ്റ്റിഫ് പീക്സ് ആകുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. ഓരോരുത്തരും എടുക്കുന്ന വിപ്പിംഗ് ക്രീമിൻ്റെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ റിച്ചിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് ഇതിലേക്ക് പഞ്ചസാരയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അങ്ങനെ നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ നല്ല സ്റ്റിഫ് ഫിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കോഫി വിപ്പിംഗ് ക്രീമിന് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കഴിച്ച് നോക്കിയിട്ടുള്ളവർക്കറിയാം. അങ്ങനെ കേക്ക് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി മോൾഡിൽ നിന്ന് പുറത്തേക്ക് എടുത്തതിന് ശേഷം നമുക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാനായിട്ട് തുടങ്ങാം. ഈ ഒരു പേസ്ട്രി കേക്ക് നമ്മളെല്ലാ കേക്കും ലെയർ കട്ട് ചെയ്യുന്നത് പോലെയല്ല ചെയ്യുന്നത്. ഇതുപോലെ നടുവേ 2 പീസായിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇനി ആദ്യത്തെ പീസ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഷുഗർ സിറപ്പും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഷുഗർ സിറപ്പൊക്കെ ശരിക്കും ഇറങ്ങാൻ വേണ്ടിയിട്ട് കേക്ക് തിരിച്ചാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഷുഗർ സിറപ്പ് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ലെയറിൽ വിപ്പിംഗ് ക്രീമും കൂടി ഒന്നാക്കി കൊടുക്കാം. അടുത്തതായിട്ട് രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുക്കുവാണ്. ഇതിന് മുകളിൽ നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കാം. വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഫുള്ളായിട്ടും കേക്ക് കവർ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. മുകൾ ഭാഗത്ത് മാത്രം ആക്കി കൊടുത്താൽ മതിയാകും.
മുകളിലത്തെ ലെയറിൽ വിപ്പിംഗ് ക്രീം ആക്കി കൊടുത്തതിന് ശേഷം ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് വരച്ചും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് ഒരു അരിപ്പയിലേക്ക് കുറച്ച് കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. അതൊന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ കേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 30 മിനിറ്റ് ഒന്ന് തണുപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞു. കേക്ക് തണുത്തൊക്കെ വന്നിട്ടുണ്ട്. ഞാനിവിടെ 2ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കുറച്ചും കൂടി ചെറിയ പീസായിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ പീസ് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഡബിൾ എടുത്തിട്ട് ചെയ്താൽ മതിയാകും. ഇനി ഞാൻ ഈ കേക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണേ. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.